മറ്റൊരു വാർത്ത കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ മകന്റെ അടിയേറ്റ അച്ഛൻ മരിച്ചു. 64-കാരനായ ശശിധരനാണ് മരിച്ചത്. പ്രതി അഭിരാമാണ് പോലീസിന്റെ പിടിയിലായത്. ഇയാൾക്ക് ലഹരി അടിമയാണെന്ന് പോലീസ് പറയുന്നു. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് ഈ സംഭവം? ഇയാൾക്ക് നേരത്തെയും ലഹരി ബന്ധങ്ങളും പ്രശ്നങ്ങളും വീട്ടിലുണ്ടായിരുന്നു എന്നാണോ ലഭിക്കുന്ന വിവരം? MS അനീഷ് കുമാറിലേക്ക് വരാം. കോഴിക്കോട് വെള്ളിപ്പറമ്പിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വെള്ളിപ്പറമ്പിൽ മകന്റെ അടിയേറ്റ അച്ഛൻ മരിച്ചു. 64-കാരനായ ശശിധരനാണ് മരിച്ചത്. പ്രതി അഭിരാമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ലഹരിക്കടിമയായ മകന്റെ അടിയേറ്റാണ് പിതാവിന്റെ മരണം എന്ന ഏറെ ആശങ്കപ്പെടുന്ന കാര്യം കൂടിയാണ് ഉണ്ടാവുന്നത്. കുടുംബങ്ങളിൽ ലഹരിയുടെ ഉപയോഗം, അതുണ്ടാക്കുന്ന പ്രതിസന്ധി, വെല്ലുവിളി, അതിൻ്റെ കൂടി സംഭവമാണ് ഉണ്ടാവുന്നത്. കോഴിക്കോടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് ഈ സംഭവം? ഈ അഭിരാം നേരത്തെയും ലഹരി ഉപയോഗിച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളാണോ? എന്തെങ്കിലും ഈ സംഭവത്തിന് ശേഷം പോലീസ് പുതിയ കാര്യങ്ങൾ, വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ? അടുത്ത കാലത്ത് ഇയാൾ മദ്യത്തിന് അടിമയായിരുന്നു, അല്ലെങ്കിൽ ലഹരിക്ക് അടിമയായ ആൾ ആണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ അർദ്ധരാത്രി ഇയാൾ മദ്യപിച്ച് വീട്ടിലെത്തുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ അച്ഛനുമായി വാക്കേറ്റം കൊണ്ടുപോവുകയും ചെയ്തു. മക്കളായിട്ട് വെച്ച് ശശിധരനാണ് മരിച്ചിരിക്കുന്നത്. മകനോട് മദ്യപാനവുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് പറയുകയും മനസ്സറിയും അത്തരം ഒരു രീതിയിലേക്കുള്ള ഒരു ഇടപെടൽ വന്നതുകൂടിയാണ് ഈ അഭിരാം പ്രകോപിതരാവുകയും പിതാവിന് നേരെ കട്ടിക്കയറി മുട്ടിച്ചത്. ഇതിനുശേഷമാണ് ഒരു മരപ്പട്ടിക കൊണ്ട് ജനത്തിന് കാഴ്ചവെക്കുന്നത്. തനിക്കടിയേറ്റ മിൽക്കുകളുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തൊട്ടു പിന്നാലെ ഈ അഭിരാമിനെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും വാക്കുതർക്കത്തിനുണ്ടായ പ്രകോപനം നിമിഷമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതെന്ന് അഭിരാം പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. ഏതായാലും പ്രാഥമിക നടപടിക്രമങ്ങൾക്ക് പൂർത്തിയായ ശേഷം കോഴിക്കോട് ഡിജിറ്റോളത്തിലാണ് ഉള്ളത്. കോഴിക്കോട് ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ലഹരിക്കടിമയായ മകന്റെ അടിയേറ്റ് പിതാവ് മരണപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. ഏറെ ഞെട്ടിക്കുന്ന കാര്യമാണ് കോഴിക്കോട് സംഭവിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.